നടൻ ദേവൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അദ്ദേഹം കേരളത്തിലെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണ്. പ്രശസ്തനായ ഒരു ചലച്ചിത്ര നടനാണ്. വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വളരെ മാന്യനായ ഒരു നടനും ഒരു മനുഷ്യനുമാണ്. അതാണ് ഏറ്റവും ബേസിക്കായുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ രാജി വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, വെട്ടിക്കൽ ചിട്ടി ഫണ്ടിൽ നിന്നും തട്ടിപ്പുകാരൊഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട് രാജിവെച്ച് പോകുന്നൊരു പ്രതീതിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തൽക്കാലം തോന്നുന്നത്. ഇനി ദേവൻ എന്തിനാണ് രാജിവെച്ചത്? ദേവൻ രാജിവെച്ച വാർത്ത അദ്ദേഹം ഒരു ദൃശ്യമാധ്യമത്തിൽ പറയുന്നത് കേട്ടു. ദേവൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, പക്ഷേ അദ്ദേഹത്തിന് പ്രസിഡന്റിനെ കാണാൻ പറ്റുന്നില്ല, പ്രസിഡന്റിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, നിർദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നിനും വൈസ് പ്രസിഡന്റിന് കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് ദേവന് BJP-യിൽ നിന്ന് രാജിവെച്ചത്. അദ്ദേഹം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ BJP-യുടെ നയങ്ങൾ അദ്ദേഹത്തിന് വിയോജിപ്പില്ല. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന നേതാവാളാണ്, ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ BJP-യിലെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടോ കെടുകാര്യസ്ഥതയോ അഴിമതിയോ ആണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ടാണ് ദേവന് രാജിവെച്ചത്. ദേവൻ അനുഭവിക്കേണ്ടി വന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന അനുഭവം പാർട്ടിയുമായിട്ട് കാര്യമായ ഒരു ബന്ധവുമില്ല. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ദില്ലിയിൽ ഇരുന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായ വിശ്വാസമുള്ളതുകൊണ്ട് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും ഇന്ന് ഇന്ത്യയെ സംരക്ഷിച്ച് നിർത്താൻ ഈ പാർട്ടിക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യ അപകടത്തിലേക്ക് പോകും എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നത്. പക്ഷെ നടൻ ദേവന് വൈസ് പ്രസിഡൻ്റായ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല പ്രസിഡന്റിനെ. കുറച്ചു കാലം മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. മാരാർജി ഭവൻ ഒരു രാവണൻ കോട്ടയായിട്ട് മാറുന്നതിനെക്കുറിച്ച്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ ഞാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഒപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ വളരെ പ്രമുഖനായ ഒരാൾ തന്ന ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ കത്തും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് കത്തൊന്നും കൊടുക്കാൻ പറ്റില്ല, കത്ത് കൊടുക്കാം, നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി കത്ത്, നിങ്ങൾക്ക് എന്താണോ പ്രസിഡന്റിനോട് പറയാനുള്ളത് അത് എന്നോട് പറഞ്ഞിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്തായാലും ആത്മാഭിമാനമുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ മുന്നേ പോയി കത്ത് കൊടുക്കാനായിട്ട് പോയില്ല, അയാളെ കാണാനും പോയില്ല, നിങ്ങൾ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ദേവനുണ്ടായ ഈ അനുഭവത്തിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. നമ്മൾ 40 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ ചെന്നാൽ, കെട്ടും കെട്ടി ശബരിമലയിൽ ചെന്നാൽ നമുക്ക് ശബരിമല അയ്യപ്പനെ തൊഴാം. പക്ഷേ നമുക്ക് മാരാർജി ഭവനിൽ ചെന്നാൽ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെ തൊഴാൻ പറ്റില്ല, നട തുറക്കില്ല. നമ്മളോട് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് കടുപ്പസ്വാമി, വലിയ കടുപ്പസ്വാമി പറയും, ഭക്തന്മാരെ നീയൊക്കെ എന്നെ കണ്ടിട്ട് നിങ്ങളുടെ ഒക്കെ സങ്കടമോ പരിഭവമോ പരാതിയോ ഒക്കെ എന്നോട് പറഞ്ഞിട്ട് പൊക്കൂ, അയ്യപ്പനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കടുത്തസ്വാമിയുടെ നിലപാട്. കടുത്തസ്വാമിയുടെ വളരെ കടുത്ത നിലപാടാണ്. അദ്ദേഹം വളരെ ക്ഷിപ്രകോപിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കടുത്തസ്വാമിയെ കണ്ട് നിവേദനം അർപ്പിക്കാൻ കഴിയുന്നവനൊക്കെ പോയി ചെയ്യട്ടെ, അതിന് കഴിയാത്ത ആത്മാഭിമാനമുള്ളവർ അവരവരുടെ ജോലി നോക്കി പോകട്ടെ. എന്തായാലും ദേവന് ആത്മാഭിമാനമുണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ ഈ രാജിയിലൂടെ. അതാണ് ഈ രാജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ BJP-യെക്കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ BJP ഒരു കപ്പലാണെങ്കിൽ ഈ കപ്പൽ നിറയെ യാത്രക്കാരുണ്ട്, നല്ല സമർത്ഥരായ യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, അഭ്യസ്തവിദ്യരുണ്ട്, നിറയുണ്ട്, ഒരു കുഴപ്പമില്ല. കപ്പൽ ഓടാനുള്ള ഇന്ധനമുണ്ട്, അതിനും പ്രശ്നമില്ല. സമ്പത്തുണ്ട്, അതിനും പ്രശ്നമില്ല. പിന്നെന്താണ് പ്രശ്നം? കാലാവസ്ഥ എത്ര അനുകൂലമായാലും ഏത് തുറമുഖത്താണ് തൻ്റെ കപ്പൽ അടുപ്പിക്കേണ്ടത് എന്നറിയാത്തൊരു കപ്പിത്താൻ കപ്പൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ ഇരിക്കുന്നതെങ്കിൽ കപ്പൽ കടലിൽ ഒഴുകി നടക്കത്തുള്ളൂ, അറബിക്കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കും, അല്ലാതെ ഇതെങ്ങും അടുക്കാൻ പോകുന്നില്ല. കാരണം ഏത് തുറമുഖത്താണ് അടുക്കേണ്ടതെന്നുള്ള കാര്യം ഈ കപ്പലിൻ്റെ കപ്പിത്താൻ അറിയില്ല. അതാണ് കേരളത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ബിസിനസ്സുകാരൻ നല്ല രാഷ്ട്രീയക്കാരനാകണമെന്നില്ല. നല്ല ബിസിനസ്സുകാരനാണ് നല്ല രാഷ്ട്രീയക്കാരനെങ്കിൽ അദാനിയും അംബാനിയും മാറി മാറി ഇന്ത്യ ഭരിക്കുമായിരുന്നല്ലോ. അതൊന്നുമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ വിനയത്തോടെ പെരുമാറുന്നവൻ, ജനങ്ങളെ ആഗ്രഹിക്കുന്ന നയപരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നവൻ, കാപട്യമില്ലാത്തവൻ, അഴിമതിക്കാരനല്ലാത്തവൻ, അഹങ്കാരിയല്ലാത്തവൻ, ധാർഷ്ട്യമില്ലാത്തവൻ, അവനെ ജനം അംഗീകരിക്കും. ധാർഷ്ട്യമുള്ളവരെയൊക്കെ ജനം കണ്ടല്ലോ. പ്രധാന പക്ഷിയെ കാണാൻ കഴിയാത്തില്ല എന്ന് പറഞ്ഞ വലിയ കടുത്ത സ്വാമി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാർഷ്ട്യമുള്ളവന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല സുഹൃത്തെ. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ കാണാനല്ല ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെയാണ് BJP തിരിച്ചറിയേണ്ടത്. ദേവൻ അത് തിരിച്ചറിഞ്ഞ് രാജിവെച്ചതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. അതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ അറബിക്കടലിൽ ഒഴുകി നടക്കുന്ന
ഒരു കപ്പലാണ് BJP. ഇന്ധനവും നിറയെ യാത്രക്കാരും സമ്പത്തും ഉണ്ടായിട്ടും കപ്പലൊരു തുറമുഖത്ത് അടുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്യാപ്റ്റൻസി രാജിവെച്ചു പോകുന്നതല്ലേ കപ്പിത്താനെ നല്ലത്? അതല്ലേ അദ്ദേഹം ആലോചിക്കേണ്ടത്? ഞാൻ ശാസ്താംകോട്ട കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു കടയുണ്ടായിരുന്നു. കട എല്ലാ ആളുകളും അവിടെ കഴിക്കാനാണ് കയറുന്നത്. പക്ഷേ നല്ല തിരക്കുണ്ടെങ്കിലും അവിടുത്തെ ആഹാരം വളരെ വൃത്തിഹീനമായിരുന്നു, ആരോഗ്യകരമല്ല. പക്ഷേ നിവൃത്തിയില്ല, വന്ന് ആഹാരം കഴിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ മുതലാളി അത് നേരെ വന്ന് അദ്ദേഹം പൊതിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. അദ്ദേഹം വീട്ടിൽ കൊണ്ടുവരുന്ന നല്ല ആഹാരം, സ്വാദിഷ്ടമായ ആഹാരം അദ്ദേഹം മാറി ഇരുന്ന് കഴിക്കും. സ്വന്തം ഹോട്ടലിൽ നിന്ന് മുതലാളി കഴിക്കത്തില്ലായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ സ്ഥിതി അതല്ലേ? ഏഷ്യാനെറ്റിൽ വരുന്ന വാർത്തയ്ക്ക് ക്വാളിറ്റി ഇല്ല, സത്യസന്ധതയില്ല. അതാണ് പ്രശ്നം. പക്ഷേ മുതലാളി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാര്യം, മുതലാളിക്ക് കാശ് വേണം. അപ്പോൾ ജനം കാണാൻ പറ്റുന്ന ഏത് സാധനവും കൊടുക്കും. അതിന് ക്വാളിറ്റി വേണമെന്നില്ല, അതിന് ക്രെഡിബിലിറ്റി വേണമെന്നില്ല, ഒന്നുമില്ല. ജനം കാണുന്ന വാർത്ത കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് നടത്തുന്ന പോലെ ഭാരതീയ ജനതാ പാർട്ടി നടത്താൻ കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന തിക്ത അനുഭവം ഒന്നിനു പുറകെ മറ്റൊന്നാണ്. ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. BJP ഉള്ള ഏക പാർട്ടിയല്ലോ, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊന്നുമല്ലല്ലോ, വേറെ പാർട്ടികളും കേരളത്തിലില്ലേ. അവർ ആ പാർട്ടികൾ കൂട്ടു കൊടുക്കും. തടസ്സമില്ലാതെ ജനങ്ങളെ കാണാൻ കഴിയുന്ന, ധാർഷ്ട്യമില്ലാത്ത സെക്രട്ടറിമാരുള്ള പാർട്ടി നേതാക്കന്മാരെ ജനങ്ങൾ അംഗീകരിക്കും. അതാണ് സത്യം. 26 തെരഞ്ഞെടുപ്പിൽ ധാർഷ്ട്യവും അഹങ്കാരവും ഉള്ളവർക്കൊക്കെ വന്ന് സംഭവിച്ച സംഭവം ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ കണ്ണ് തുറന്ന് കാണേണ്ട വസ്തുതയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖദറിട്ടാൽ കോൺഗ്രസ്സുകാരനാവില്ല. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. കണ്ണൂർ കൈത്തറി ധരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനും ആവില്ല. കസവും മുണ്ടും ജൂബയും ധരിച്ചാൽ BJPക്കാരനും ആവില്ല. ഇവിടെ കേരളത്തിലെ BJPയെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മയിൽ വരുന്നത് വളരെ സമ്പന്നമായ തറവാട്ടിലെ ചില ചെറുപ്പക്കാരെക്കുറിച്ചാണ്, അവരുടെ നിലപാടുകളെക്കുറിച്ചാണ്. പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വെക്കും, ഞാനുണ്ണും. ഇതാണ് കേരളത്തിലെ BJPക്കാരുടെ മനോഭാവം. പാർട്ടി പെറും, മോദി കുത്തും, അമിത്ഷാ വെക്കും, ഞാനുണ്ണും, എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യേണ്ട. ഈ മനോഭാവമായിട്ടൊരു പാർട്ടിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 മുന്നണികളാണുള്ളത്. ഒന്ന് കോൺഗ്രസ് നയിക്കുന്ന UDF, മറ്റൊന്ന് CPIM നയിക്കുന്ന LDF, BJP നയിക്കുന്ന NDA. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDFും UDFും കളിക്കളത്തിലിറങ്ങി കളിക്കും. BJP ഗാലറിയിൽ ഇരുന്ന് കളി കാണും. ഇന്നത്തെ നേതൃത്വത്തിനെ കൊണ്ട് അതേ കഴിയുള്ളൂ. അതിനപ്പുറം ഒരു സ്റ്റെപ്പ് വെക്കാൻ അവരെ കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു രോഗമാണ്. പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിൻ്റെ ചികിത്സ തിരുവനന്തപുരത്ത് കിട്ടില്ല. ഈ രോഗത്തിൻ്റെ ചികിത്സ ഡൽഹിയിലേ കിട്ടത്തുള്ളൂ. ഡൽഹിയിൽ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ ഉള്ളൂ. വിദഗ്ധനല്ലാത്ത ഡോക്ടറെ പോയി രോഗി കണ്ടാൽ പനിയുമായിട്ട് പോകുന്നവൻ ക്ഷയവുമായിട്ട് തിരിച്ചു വരും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മാറുമോ മാറാതിരിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. കേരളത്തിലെ നയിക്കാൻ കഴിയുന്ന, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയുന്ന, കേരള രാഷ്ട്രീയം അറിയാൻ കഴിയുന്ന സമർത്ഥനായ ഒരു നേതാവിന് മാത്രമേ കേരളത്തിലെ BJPയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അത് തിരിച്ചറിയാൻ എന്നാണോ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുന്നത്, അന്ന് മാത്രമേ കേരളത്തിലെ BJPക്ക് ഒരു നിലനിൽപ്പ് ഇവിടെ ഉള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ. സൗത്ത് ഇന്ത്യയിൽ കർണാടകം BJP ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. തെലുങ്കാനയിൽ അടുത്ത് BJP ഭരിക്കാൻ പോകുന്ന സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? പണമില്ലാത്തതുകൊണ്ടാണോ? ആളുകളില്ലാത്തതുകൊണ്ടാണോ? അനുഭാവികളില്ലാത്തതുകൊണ്ടാണോ? വോട്ട് ചെയ്യാൻ ജനം തയ്യാറല്ലാത്തത് കൊണ്ടാണോ? അതല്ല, നയിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. കളി അറിയാവുന്നവൻ കളിക്കളത്തിലിറങ്ങി കളിക്കാൻ കഴിയണം. അല്ലാതെ ആളിൻ്റെ നീളവും വണ്ണവും നോക്കി, സമ്പത്ത് നോക്കി ഒരാളിനെ പാർട്ടി നേതാവാക്കിയാൽ ഈ പാർട്ടി എങ്ങും എത്താൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു അണ്ണാമല ഉണ്ടാവില്ല, കേരളത്തിലൊരു യെദ്യൂരപ്പ ഉണ്ടായതുമില്ല. ഇവിടെ നരേന്ദ്രമോദി ദില്ലിയിലുള്ളത് കൊണ്ട് ചില മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് കിട്ടും. അതിനപ്പുറം കേരളത്തിലെ BJPക്ക് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് ശേഷിയും ശേമുഷിയുള്ള ഒരു നേതാവ് BJPയെ നയിക്കാൻ വന്നാൽ മാത്രമേ BJPയിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവുള്ളൂ, ജനങ്ങളിലെ വിശ്വാസം ആർജിക്കാൻ കഴിയുള്ളൂ. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാൽ മാത്രമേ പാർട്ടിക്ക് അധികാരത്തിലെത്താനും കഴിയുള്ളൂ. ഇത് വളരെ ലളിതമായ ഒരു കാര്യം മാത്രമാണ്. ദേവൻ രാജിവെച്ചത് നിർഭാഗ്യകരമായി പോയി എന്ന് പറയാതിരിക്കാൻ തരമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.